നമ്മേ കറിയൊക്കെ എന്തായി കഴിഞ്ഞോണ്ടിരിക്കുന്നു. ഇതാ നമ്മുടെ പയറ് തോരനാവുന്നു. ബീറ്റ്റൂട്ട് പച്ചടിക്കുള്ള താളിപ്പാണ് ഞാൻ ഇതാ ഇവിടെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. സാമ്പാറൊക്കെ ഇനി ആക്കണം. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. പിന്നെ ഓണമാണ്, നല്ല തിരക്കിലാണ്. ഈ കുക്കിംഗ് വീഡിയോ ഒക്കെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊന്നും കാണിക്കാതിരിക്കുന്നത്. പിന്നെ നമ്മുടെ അപ്പൊ നമ്മുടെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതിപ്പോ കാണിക്കത്തില്ല, നമ്മള് കഴിക്കാൻ നേരത്തെ കാണിക്കാം. ഇതന്നെ ഒന്ന് ശരിക്കും ഇതായതുകൊണ്ടാണോ നനഞ്ഞു കിടക്കുന്ന? ഇതെന്തൊക്കെയോ ചെയ്തപ്പോ നനഞ്ഞു പോയതാ. വീഡിയോയിൽ വൃത്തികേടാ, ബോറാണോടാ? സാരമില്ല, ഇന്ന് കുക്കിങ്ങിന്റെ ദിവസമല്ലേ, അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും അറിയാം. പണിയെടുക്കാൻ വേണ്ടി പോവാണ് ഓണത്തിന്. കർഷകന് പണിയെടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? മനസ്സിലായില്ലേ? കർഷകൻ ചെളി കാല് വെക്കുന്നോണ്ടാണ് ഓണത്തിന് നിങ്ങൾ കൈ വെക്കുന്ന ചോറില്. മനസ്സിലായോ? ചോറില് മാത്രമല്ല പലതിലും. ധർമ്മം കാണാം. എത്തിയോ? ഇതിനാവോ ചേനയോ? ഓ, ചേന ഉറക്കാൻ വേണ്ടി ഓടിയതാ കർഷകൻ, കള പറിക്കാൻ വേണ്ടി പോയത്. ഇതും കൊണ്ടോ? ഇതും കൊണ്ട് പായസോ? ആന്നെ പായസോ? അവളാ ചെളി കൂടെ മണ്ണി കൂടെ ഓടി കൂടെ വന്നിരിക്കുന്ന ചേന പായസത്തിനുള്ള അരിയാണോ? അടിപൊളി. അപ്പം നമ്മുടെ ഓണത്തിൻ്റെ പായസം ചേനയാണ്. അതും നമ്മുടെ സ്വന്തം പറമ്പിലെ സ്വന്തം ചേന വെച്ചിട്ടുള്ള ചേന പായസം. ചേട്ടയുടെ സ്പെഷ്യൽ പായസമാണ്. ഓണത്തിന്റെ മെയിൻ സാധനം നമുക്കറിയാമോ? പായസം. പായസം എനിക്കറിയാം. പോയാ അവളുടെ പേത്തൊക്കെ വീണതേ. അവളും അവളുടെ ടെഡി ബെയറും കൂടെ ഭയങ്കര കളിയാണ്. മിൽക്കി 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 ഇതെടുക്കണ്ട, നീ കളിച്ചനെ ഞാനൊന്ന് കാണിച്ചല്ലേടി തക്കടെ, കളിച്ചോട്ടാ. അപ്പം ഞാനേ ചേട്ടൻ കരി അപ്പത്തേക്ക് ഞാൻ സാമ്പാറിൻ്റെ പരിപാടി ഒന്ന് നോക്കട്ടെ കേട്ടോ. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കൊണ്ടൊന്ന് അടക്കടാ. അവനത് കഴുകിക്കൊണ്ട് വന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു. അത് അവനത് കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ചേട്ടായി ചേന പായസത്തിനുള്ള സംഭവങ്ങൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. നീനാ തന്നെ അവൻ്റെ പായസപ്പരിപ്പ് എടുത്തിട്ട് വരാം. ആയിട്ട് എൻ്റെ ഒരു കറിയും കൂടി ഉണ്ട്. നമ്മുടെ പയറുണ്ടല്ലോ, അതൊരു മെഴുക്ക് വരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്നുമില്ല, ബാക്കിയെല്ലാം വാങ്ങി. അത് 2 തേങ്ങാക്കൊത്തും കൂടി ഇങ്ങനെ ഇട്ടാൽ നല്ല രസമാണ് ഇങ്ങനെ കടിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഇട്ടേക്കണേ കേട്ടോ. നിങ്ങളുടെ കടിയുടെ ആവശ്യമില്ലാരും ചോദിച്ചില്ല. അയ്യോ കടിക്കാമെന്നോ. അപ്പം നമുക്ക് ഇതും കൂടെ ഇലവിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു അടിപൊളി മെഴുക്ക് വരട്ടിയാക്കി എടുക്കാം. ഞങ്ങളെല്ലാവരും കൂടെ ഇല വെട്ടാൻ വേണ്ടി പോവാണ്. ചേട്ടായി നമ്മുടെ മുമ്പേ നടക്കുന്നുണ്ട്. ഇലയൊന്നുമില്ല ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒച്ചും പുഴുവും കയറിയിട്ട് ഇലയെല്ലാം കീറി ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പം അതുകൊണ്ട് ഇല എടുക്കൽ വലിയൊരു ടാസ്ക്കാണ്. ചേട്ടായും പിള്ളേരും പോകുന്നുണ്ട്. ഞാൻ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര വെയിലാണ്, അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് അശോകൻ ചേട്ടൻ്റെ പറമ്പിൽ നിന്നല്ലേ, അശോകൻ ചേട്ടൻ്റെ പറമ്പിൽ നിന്നല്ലേ കിട്ടിയ? അതെ, അശോകൻ ചേട്ടൻ കാണുമ്പോൾ അവരവിടെ ഇല്ല. അശോകൻ ചേട്ടൻ്റെ പറമ്പിൽ നിന്ന് നമുക്ക് കിട്ടി വാഴയില്ല 4 ഞങ്ങളിപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് പറഞ്ഞുണ്ടേ, അവൾ വന്ന് ഓണസദ്യ കഴിക്കട്ടെ. അപ്പോൾ നമ്മളിതാ പായസം കുറച്ചേ ഉള്ളെങ്കിലും വലിയ ഉരുളി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു ലേശം വെള്ളം ഉരുക്കാൻ പറ്റും. നോക്കിയിട്ട് നമുക്ക് ഇനി വെള്ളം ചേർക്കാം. അപ്പോൾ നമ്മൾ പായസത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചു, 2 പാല് നമ്മൾ ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് 1 പാലും കൂടി ചേർത്ത് ഇളക്കി വാങ്ങാം. നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കൈ വിടാതെ ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ചേന പായസം നന്നായിട്ട് പറ്റി കുറുകി ഇങ്ങനെ വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ ഒന്നാം പാലും കൂടെ ഒഴിച്ച് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്താണ് കശുവണ്ടിയും അതും ഇതെല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒന്നാം പാൽ ഒഴിക്കുകയാണേ. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളയ്ക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. ബാക്കി സാധനങ്ങളൊക്കെ ഇട്ടോനെ ഇതെല്ലാം കൂടെ നമ്മൾ വറുത്ത് വെച്ചേക്കണത്. കുറച്ച് നെയ്യും കൂടെ മുകളിട്ട് ഒഴിച്ചോ. മതി. അപ്പം നെയ്യും കൂടെ ഒഴിച്ച് നല്ലല്ലേ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നമുക്കങ്ങ് വാങ്ങി വെക്കാം, ഒരുപാട് കിടന്ന് ചൂടാവണ്ട. നമ്മുടെ ഓണസദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാളൻ കറിയുണ്ട്, തോരൻ, നമ്മുടെ ശർക്കര വരട്ടിയും കാവറുത്തതും, പച്ചടി, സാമ്പാർ, പായസം, ഇത് നമ്മുടെ പയറ് മെഴുക്ക് വരട്ടി, ഉള്ളിത്തീയൽ. ഇനി കാണിക്കാൻ പോകുന്ന സാധനങ്ങൾ പപ്പടം. അതുകൂടാതെ വേറെ 2 സാധനങ്ങളും കൂടെ കാണിക്കുക. അത് കാണുമ്പോൾ നിങ്ങൾ ഈ സദ്യയിൽ ഇതൊക്കെയൊന്ന് ചിന്തിക്കും. പക്ഷേ കണ്ണൂരിൽ ഇങ്ങനെയാണ് എന്ത് ചെയ്യാം, ഉണക്കമീൻ വറുത്തത്, അതേപോലെ തന്നെ നല്ല ബീഫ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തത്. ഇതാണ് നമ്മുടെ ഓണ സ്പെഷ്യല്, നമ്മുടെ സദ്യ. ഞാനാണോ വിളമ്പലുകാരൻ? മുണ്ടൊക്കെ കൊടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ് വിളമ്പാനും കഴിക്കാനും ഒക്കെ ആയിട്ട്. അവർക്ക് അധികം വെക്കണ്ട ശർക്കര വരട്ടി, മധുരം അതിന് കൊള്ളൂല, അങ്ങനെ അധികം ഒരെണ്ണം വെച്ചാൽ മതി. ഒക്കെ ചോറച്ച വിളമ്പെന്ന എനിക്ക് ചിരി 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 ചോറ് കഴിക്കും, നല്ല ചൂടാണ്. മതി. ഇതാണ് കൂട്ടി കറിയെല്ലാം കൂട്ടാം നമുക്ക്. പപ്പടം ഒരു ഇച്ചിരി എടുത്താൽ മതി കേട്ടോ. ഉപ്പ് ലേശം മതി, ഉപ്പായതുകൊണ്ട്. പപ്പടം ഞാൻ അല്ലാതെ കൊടുത്താൽ നമുക്ക് കയ്യിൽ കൂടുകൂടാ മേടിച്ച് കഴിച്ചത്. എന്റെ കൊച്ചു നോക്കുന്ന കണ്ടോ? ഇനി അടി വേണ്ടേ തടാട്ടോ. ചില സമയത്തുള്ള ഈ ദയനീയമായി നോട്ടം കാണുമ്പോഴാണ് എൻ്റെ പൊന്നെ സദ്യ കഴിക്കാൻ പോവാണ്. കുഞ്ഞുവിന് സദ്യ കഴിച്ചോ? അങ്ങനെ മിൽക്കിയുടെ ആദ്യത്തെ ഓണസദ്യ. കാളൻ, നമ്മളെ പയർ തോരൻ, നമ്മുടെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ബീഫ്, നമ്മുടെ മീൻ ആണ് നമ്മുടെ ഓണസദ്യ. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. വീഡിയോ വരുമ്പോഴത്തേക്കും ഓണം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് പായസം കുടിക്കണം കാണാം. എങ്ങനെയുണ്ട് ഏട്ടേ കറികളൊക്കെ? സൂപ്പറാ. കഴിച്ചോ? ഞാനും ആദ്യമായിട്ട് നമ്മൾ ഇത്രയും കറികൾ ഉണ്ടാക്കണം അല്ലേ തന്നെ. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ വത്സാമ ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയത് ആദ്യമായിട്ടാണ്. അപ്പം കഴിക്കട്ടെ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പായസം കുടിക്കാൻ വേണ്ടി പോവാണ്. പപ്പടം, പഴം, നമ്മുടെ ചേനപ്രഥമൻ കഴിച്ചു നോക്കട്ടെ. തകർക്കും. ആഹാ, അടിപൊളി. കഴിക്കട്ടെ. ഇതെല്ലാം കൂടെ അങ്ങ് കൂട്ടി ഇങ്ങ് കുഴക്കണം. അപ്പം ഞാൻ ഇച്ചിരി ചോറും കൂടി ചേർത്തിട്ടുണ്ട്. എനിക്ക് ചോറും കൂടി ചേർത്തിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ കൂട്ടി കുഴച്ച് എന്നിട്ട് അതിങ്ങനെ എടുത്ത് സൂപ്പറാ. അടിപൊളിയാണ്, സൂപ്പറാ. ഓക്കെ അല്ലേ? ചേനപ്പായസം ഞാൻ ആദ്യമായിട്ട് കുടിക്കണേ, പക്ഷെ പൊളി സാധനം കേട്ടോ. ഞാനേ നമ്മുടെ പെണ്ണിനെ കാണിച്ചല്ലോ. പെണ്ണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് മമ്മയ്ക്ക് ഇവിടെ പണി ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ? വാഴയെല്ലാം മൊത്തം കാടിച്ചു പാറച്ച്. എന്നെ കാണിച്ചിട്ടാണ് നീ ഇവിടെ വന്ന് കിടക്കണ പാവത്തിനെ പോലെ. ചേട്ടനെ കൊണ്ട് പറിച്ചു. ഫുഡൊക്കെ കഴിച്ച് പാത്രമെല്ലാം ഒന്നും കഴിയില്ല, എല്ലാം അവിടെ തന്നെ വെച്ചിട്ട് പായസമൊക്കെ കുടിച്ചതിന് ക്ഷീണത്തിൽ പോയി കിടന്നതാണ്. എല്ലാവരും നല്ല പൂസുറക്കമായിരുന്നു.
ഇപ്പം 5 മണി ആവാറായി. ഇപ്പോഴാണ് ഞങ്ങൾ എണീറ്റത്. ചേട്ടാ ഇപ്പം എണീറ്റിട്ടും കൂടിയില്ല. നിങ്ങളൊക്കെ എണീറ്റ് വന്നു പിന്നെ നമ്മൾ വിളിക്കുന്നതാണ്. അയ്യോ മടുത്ത്. പായസവും കുടിച്ച് സദ്യയും കുടിച്ച് പരിപാടി. അപ്പം അങ്ങനെ ഓണം കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിലാണ് ഞങ്ങൾ. വൈകിട്ടത്തെ ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ ഭയങ്കര ക്ഷീണം. അത് തന്നെ അടുക്കളയിൽ കുറേ നേരം നിന്നുകൊണ്ട് എനിക്ക് കാല് ഭയങ്കര വേദനയാണ്. അപ്പം അങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ ദിവസം തീർന്നു. ഇനി അടുത്ത വർഷം ഓണത്തിന് നമുക്ക് ആഘോഷിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. യെസ്. അപ്പം ശരി, എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം കഴിഞ്ഞിട്ടാണ് വീഡിയോ വരും. നമ്മളെല്ലാം എപ്പോഴും പറയുന്നുണ്ട്, വീഡിയോക്ക് അത് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ഓക്കെ ബൈ.